रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. ഒന്നിനെ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അടുത്തത്. ഈ കുരുപ്പുകളൊക്കെ വളർന്നു വന്നാൽ നമ്മുടെ തല പോകും എന്നുള്ള കാര്യം ഉറപ്പാ. കുരുപ്പോ? ഫൽഗുന, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കുമാരൻ എന്ന് പറയണം. ആരെങ്കിലും കേട്ടാ തല കാണില്ല. ഓർത്തോ? ഓർത്തോളാവേ. ഈ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നത് ആരെങ്കിലും കേട്ടാൽ കുഴപ്പമില്ല. എന്റെ വിളിയാണ് പ്രശ്നം അല്ലേ? ഈ കുമാരകുരുപ്പുകളെ ഇല്ലാതാക്കാൻ കൊച്ചമ്മ തന്നെ ഒരു വഴി പറഞ്ഞു തരുവോ? അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അതറിയാല്ലേ. രാജരക്തത്തിൽ ഒരു കുഞ്ഞു പിറന്ന സ്ഥിതിക്ക് മണികണ്ഠകുമാരന്റെ കഥ കഴിക്കാൻ എളുപ്പമാണ്. പക്ഷേ തമ്പുരാനും തമ്പുരാട്ടിക്കും മണികണ്ഠകുമാരനെന്ന് പറഞ്ഞാൽ ജീവനാ. അതിന് മാറ്റം വന്നുകൂടായികയില്ലല്ലോ. എല്ലാ കാലവും മനുഷ്യർ ഒരുപോലെ ആയിരിക്കില്ല. കാഴ്ചപ്പാടിലും സ്വഭാവത്തിലും വ്യത്യാസം വരും. അവസരം നോക്കി കാത്തിരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അപ്പൊ ഉടനെ ഒന്നും നടക്കില്ലെന്നർത്ഥം. ഫൽഗുന, ഓ, എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവൻ തന്നെയായിരിക്കും. തക്കം പാർത്തിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. അതാണ് യുദ്ധതന്ത്രം. തമ്പുരാനെ, ഈ വെറ്റില് ഇടത് ചെവിയുടെ മുകളിൽ പിടിക്കുക. ഞെട്ട് മുകളിലും തലപ്പ് താഴെയും വരണം. ഇനി നാമം ചൊല്ലി വിളിച്ചോളൂ തമ്പുരാൻ. നമ്മുടെ പൂർവികർ അനേകം ജന്മങ്ങളിൽ ആർജിച്ച പുണ്യത്തിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് ലഭിച്ച ഈ സന്തതി സൗഭാഗ്യം. പുത്രഭാഗ്യം പുണ്യശാലികൾക്ക് മാത്രമേ ലഭിക്കൂ എന്ന ആപ്തവാക്യം മനസ്സാ വരിച്ച നാം ഈശ്വരനോടൊപ്പം പൂർവികരോടും കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് കർമ്മപഥത്തിൽ എത്തിക്കുവാൻ വേണ്ടി നാം നമ്മുടെ കുമാരന് നമ്മുടെ പിതൃപിതാമഹന്റെ നാമം ചൊല്ലി വിളിക്കുന്നു. രാജരാജൻ, രാജരാജൻ, രാജരാജൻ. രാജരാജൻ, രാജരാജൻ, രാജരാജൻ. പിതാശ്രീ, നമുക്കും നമ്മുടെ പൊന്നനുജനെ പേര് ചൊല്ലി വിളിക്കണ്ടേ? ഇല്ല, ബാലന്മാർ അങ്ങനെ പേര് ചൊല്ലി വിളിക്കാറില്ല. സാരമില്ല മന്ത്രി. മണികണ്ഠകുമാരൻ ഉണ്ണിയെ പേര് ചൊല്ലി വിളിച്ചോട്ടെ. ഈ സൗഭാഗ്യങ്ങൾക്കെല്ലാം നിദാനം നമ്മുടെ കനിഷ്ഠപുത്രനായ മണികണ്ഠകുമാരനാണ്. മണികണ്ഠകുമാരൻ എന്താവശ്യപ്പെട്ടാലും നാം അത് സാധിച്ചു കൊടുത്തിരിക്കും. കുമാര, അനുജനെ നാമം ചൊല്ലി വിളിച്ചോളൂ. രാജരാജൻ, രാജരാജൻ, രാജരാജൻ. രാജരാജൻ. എന്തൊരു വൃത്തിയട്ട പേരാ. ത്വമായുഷ്മാൻ വർച്ചസി
തേജസ്വി ശ്രീമാൻ ഭൂത. തമ്പുരാനെ, ഇതിൽ കോർത്തിരിക്കുന്നത് ശംഖ്, ചക്രം, ഗദ, ശാർങ്ങകം, ഖൽഗം എന്നിവയുടെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനൊരു ആപത്തും വരികയില്ല. ഇത് കുഞ്ഞിൻ്റെ അരയിൽ ബന്ധിക്കണം. കൈ കഴിച്ചു. എന്താ അങ്ങനെ? ഈ വിശുരു കൊണ്ട് ഇത്ര ശക്തമായി വീശിയിട്ടും അങ്ങയുടെ വിയർപ്പ് മാറുന്നില്ലല്ലോ. എങ്ങനെ മാറാനാ? ഉള്ളാകെ ചുട്ടു പൊള്ളുകയാണ്. കനവ് കണ്ട കനകസിംഹാസനം കൈപ്പിടിയിൽ നിന്ന് വഴുതി മാറുമോ എന്ന ഉൾഭയം. ആ ഭയത്തിൽ ഞാനാകെ നീറിപ്പിടയുകയാണ്. രാജസിംഹാസനത്തിൽ അങ്ങയുടെ വാമഭാഗത്ത് പന്തള റാണിയായിരിക്കുന്ന ചിത്രം ഞാൻ മനസ്സിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. മന്ത്രിയാകുന്ന എന്റെ ചിത്രവും ഞാനും മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നടക്കുമോ എന്തോ. ഒരുപാട് മോഹിച്ചു പോയി ഞാനും രാജസിംഹാസനത്തിന്, അധികാര ചെങ്കോലിന്. എന്ത് വില കൊടുത്തും ആ മോഹങ്ങൾ സബലീകരിക്കണം എനിക്ക്. ഇക്കണക്കിന് കുറെ സബലീകരിക്കും. ഇപ്പൊ ഈ രാജ്യത്തിന് അനന്തരാവകാശികളെ 2. ഇനി 3, 4, 5, 6 ഒക്കെ ആയെന്ന് വരാം. അന്നും ഇതുപോലെ മോഹിച്ചോണ്ട് വായും പൊളിച്ച് വിയർത്ത് നാറിയിരിക്കാം. നിന്നെ കൊന്നുകളയും ഞാൻ. കൊല്ലേണ്ടവരെ കൊല്ലേണ്ട സമയത്ത് കൊല്ലേണ്ടതായിരുന്നു, അല്ലാതെ എന്നെ അല്ല കൊല്ലേണ്ട. അതെ, ഫൽഗുനം പറയുന്നതിലും കാര്യമില്ലാതെയല്ല. ഈ രാജ്യത്തിന് അവകാശിയായി രാജാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേ രാജാവിനെ ഇല്ലായ്മ ചെയ്തിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ അവകാശി അങ്ങാകുമായിരുന്നു. പക്ഷെ ഇപ്പോഴോ രാജാവും രാജാവിനോടൊപ്പം 2 കുമാരന്മാരും. നാൾക്കുനാൾ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. എല്ലാത്തിന്റെയും തായ്വേരടക്കം പിഴുതെടുക്കും ഞാൻ. മണികണ്ഠകുമാരനെ തിരിച്ചറിവായി തുടങ്ങി. ഇനി അധികം വൈകാതെ തന്നെ രാജാവ് കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യും. അതിനും മണികണ്ഠൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ആദ്യം മണികണ്ഠൻ, പിന്നെ രാജരാജൻ, അവസാനം രാജശേഖരനും പത്നിയും. ഒന്നൊന്നായി തീർക്കും ഞാൻ. എങ്ങനെ? ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോ തന്ത്രങ്ങളുടെ കരുനീക്കങ്ങൾ കരുതലോടെ വേണം. ഇത് യുദ്ധമാണ്. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള യുദ്ധം. പക്ഷേ ജയിക്കേണ്ടത് വേട്ടക്കാരന്റെ മാത്രം ആവശ്യവും. എന്നോടൊപ്പം നിങ്ങൾ 2 ആളും ഉണ്ടാകണം, താങ്ങും തണലുമായി. ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ. ഞാനും ഉണ്ട്. അങ്ങയുടെ പിന്നിൽ എപ്പോഴും വാലുപോലെ. ഐക്യമത്യം മഹാബലം. അതിനങ്ങനെ ഇവിടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ വിജയം സുനിശ്ചിതം.
നല്ല ഒഴുക്കുണ്ടങ്ങനെ. അങ്ങ് മുന്നിൽ നടന്നാൽ മതിയായിരുന്നു. ഒന്നെങ്കിൽ അങ്ങനെ പോവുമല്ലോ. നോക്കി വരണേ, നാളത്തെ രാജാവ്. മുതലെങ്ങാനും കാണുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? പേടിച്ചിട്ടാ? പേടിക്കണ്ട, ഫൽഗുണനില്ലേ പോന്നു. ഫൽഗുണൻ തന്നെ വേണ്ടി വന്നു നാളത്തെ മഹാരാജാവിനെ പിടിച്ച് കേട്ട. ലക്ഷണം വച്ച് നോക്കുമ്പോൾ ഇതത്ര നിസ്സാരമല്ല. സൂക്ഷിക്കണം. ദൈവീകത്വം ഏറെയുള്ള കുട്ടിയാണ്. ശത്രുവിനെ നിഷ്പ്രയാസം നിഗ്രഹിക്കുവാൻ ശക്തിയുള്ള ബാലൻ. ചിലപ്പോ നിങ്ങളുടെ കുടുംബങ്ങൾ പോലും വേരറ്റ് പോയെന്ന് വരാം. മാത്രവുമല്ല, നാടുവാഴുന്ന പൊന്നുതമ്പുരാൻ തിരുമനസിന്റെ കുടുംബത്തിനെതിരെയാണ് നമ്മോട് ഈ ക്രൂരകൃത്യം ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. പൊറുക്കണം മന്ത്രി അദ്ദേഹം. എനിക്കതിന് കഴിയില്ല. മന്ത്രവാദി, താങ്കൾ എന്തിനു ഭയക്കണം? നീതിയുക്തമായ കർമ്മങ്ങളല്ലല്ലോ അങ്ങ് ചെയ്യുന്നത്. ദേശവാസികൾക്കിടയിൽ അങ്ങയുടെ വിളിപ്പേര് മന്ത്രവാദി എന്നല്ല, ദുർമന്ത്രവാദി എന്നാണ്. അതും മറക്കരുത്. കേട്ടല്ലോ മന്ത്രവാദി. ഈ ദുർമന്ത്രവാദങ്ങളൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ? ഞാൻ നിഷ്പ്രയാസം കാര്യം സാധിച്ചു തരാം. ധൈര്യമാണ് പുരുഷന്റെ ലക്ഷണം അല്ലേ അങ്ങുന്നേ? ഒന്ന് നിർത്തുന്നുണ്ടോ? ധൈര്യശാലി മന്ത്രവാദി, സദ്മാർഗത്തിൽ നിന്നും ദുർമാർഗത്തിലേക്ക് അങ്ങ് തിരിഞ്ഞത് ധനസമ്പാദനം ലക്ഷ്യമാക്കി മാത്രമാണല്ലോ. മടി കൂടാതെ പറഞ്ഞോളൂ, ഈ കൃത്യം നടപ്പിലാക്കാൻ പ്രതിഫലമായി എത്ര പൊൻപണമാ തരേണ്ടത്? എത്ര വേണമെങ്കിലും തരാം. പൊൻപണത്തിനേക്കാൾ വലുതാണ് എനിക്കെന്റെ ജീവൻ, എന്റെ കുടുംബം. അവയ്ക്ക് സുരക്ഷിതത്വം നൽകാൻ അങ്ങേക്ക് കഴിയുമോ? അതിന് പരസ്യമായല്ലോ നമ്മൾ ഈ കൃത്യം ചെയ്യുന്നത്, പരമ്പര രഹസ്യമായിട്ടല്ലേ. കൊട്ടാരത്തിലെ ഓരോരോ ചുമരുകൾക്കും കാതുകളുള്ള കാലമാണ്. ഈ രഹസ്യം എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ? എന്നെന്തിനാ നോക്കുന്നേ? സത്യമായിട്ട് ഞാൻ ആരോടും ഇത് പറയില്ല. പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുന്നത് മന്ത്രവാദി മാത്രമല്ലല്ലോ, ഞങ്ങളും കൂടെയല്ലേ. മന്ത്രവാദി, മടി കൂടാതെ ഇത് വാങ്ങിയാലും 100 പൊൻപണമുണ്ട്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും പൊൻപണം തിരഞ്ഞാൽ എത്ര വേണമെങ്കിലും. ശരി, അങ്ങയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ഉഗ്രവിഷമുള്ള ഒരു ചൂർണം നാം തയ്യാറാക്കി നൽകാം. അത് പാലിൽ ചാലിച്ച് നൽകിയാൽ 3.5 നാഴികയ്ക്കുള്ളിൽ കുമാരൻ രക്തം ഛർദ്ദിച്ച് മരിക്കും. തീർച്ച.
പിന്നെ എത്ര വലിയ വൈദ്യൻ വന്ന് പരിശോധിച്ചു നോക്കിയാലും വിഷം ഏതാണെന്നോ അതെങ്ങനെ ശരീരത്തിൽ കടന്നുവെന്നോ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ കുടുംബത്തിന്റെ നിലവിളക്കാണ് പോലും. പക്ഷെ എന്റെ ജീവിതം ക്ലാവ് പിടിച്ച വിളക്ക് പോലെയായി. അനുഭവിക്കാം, അത്ര തന്നെ. അല്ല, പോയ കാര്യം എന്തായി? ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. പോയ കാര്യം എന്തായി? ഇത്രയും പതുക്കണ്ട, പറയാം. ഇത് ആ മന്ത്രവാദി തന്നതാണ്. ഉഗ്രവിഷമുള്ള ചൂർണം. ഇതൊരൽപ്പം മണികണ്ഠന്റെ ഉള്ളിൽ ചെന്നാൽ അതോടെ തീരും മണികണ്ഠന്റെ കഥ. ആരും കാണണ്ട, സൂക്ഷിച്ചു വെക്കാൻ. ഈ ചൂർണം കണ്ട് ഇതെന്താണെന്നെങ്ങാനും മണികണ്ഠൻ ചോദിച്ചാൽ ഞാനെന്ത് പറയും? നീ ഉത്തരം പറയേണ്ടി വരും. ഇടി മണ്ടി, ഇത് പാലിൽ കലക്കി വേണം മണികണ്ഠന് കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. പക്ഷേ ഇത് കഴിച്ചാ മണികണ്ഠൻ മരിക്കൂ? അനന്തമായ പുണ്യസഞ്ചയങ്ങൾ വിളഞ്ഞു കിടക്കുന്ന ഒരു കതിർപ്പാടമാണ് ബ്രഹ്മം. നാം ഓരോരുത്തരും അതിലെ ഓരോ നെന്മണികൾ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം. പിഞ്ചാലങ്കൃതമംഗളം
ഗുണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ